ഏതെങ്കിലും തരത്തിൽ തലപ്പത്തേക്ക് നിയമിച്ച സർക്കാരും ഒപ്പം തന്നെ LDF ഒക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് ഇങ്ങനെ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിച്ച ആളുടെ പേരിലാണ് ഇപ്പോൾ കുറ്റം ചാർത്തപ്പെടുകയും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ ഭരണപക്ഷത്തെ ഏറ്റവും കൂടുതൽ കൂട്ടിലാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അത് തന്നെയാണ് അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് നിലവിൽ ഇപ്പോൾ എൻ വാസുവിലേക്ക് എത്തുന്നത്. എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ സ്വാഭാവികമായും ഇതിൽ ഇനി ആരൊക്കെ ഉണ്ടായിരുന്നു, 2019 കൊണ്ടുപോയതിനു ശേഷം വീണ്ടും സ്വർണം പൂശാനായി കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങൾ വരുന്നു. ഒപ്പം തന്നെ സ്വർണ്ണവാതിലുകൾ കൊണ്ടുപോയതായുള്ള വിവരങ്ങൾ വരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ തുടരുകയും ചെയ്യുന്നു. ഇനി ആരുടെയൊക്കെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ അറിയാമായിരുന്നു എന്നുള്ളതാണ് ഇനി അന്വേഷണ സംഘം പരിശോധിക്കുക. സ്വാഭാവികമായും എൻ വാസുവിനെ അല്പസമയത്തിനകം തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ച് ചോദ്യം ചെയ്യും. നിലവിൽ ഉള്ള കസ്റ്റഡിയിലുള്ള ആളുകളെക്കൊപ്പം ഇരുത്തിയായിരിക്കും ചോദ്യം ചെയ്യുക, അല്ലാതെ നേരിട്ടും ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ അറസ്റ്റ് പ്രതിപട്ടികയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എൻ വാസുവിന്റെ മൊഴി ശേഖരിച്ചിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. ഇനിയുള്ളത് ഇവരുടെയൊക്കെ കൂടെ ഇരുത്തിയും ഒറ്റയ്ക്കിരുത്തിയും ഒക്കെയുള്ള ചോദ്യം ചെയ്യലാണ്. അതിൽ ഇനി ആരുടെയൊക്കെ പേരിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയേണ്ടത്. ഏത് തലപ്പത്തുള്ള ആൾ ഇതിന്റെ പിന്നിലുണ്ടെങ്കിലും അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ളതാണ് സർക്കാരും ഒപ്പം തന്നെ CPM LDF ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ തലപ്പത്തിലേക്ക് എത്തിയ ആളെ നിയമിച്ചത് ആര് എന്നുള്ള ചോദ്യമായിരുന്നു ഉയർത്തിക്കൊണ്ടിരുന്നത്. അതായത് എൻ വാസുവിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ദേവസ്വം മന്ത്രിമാരിലേക്ക്, ആ കാലഘട്ടത്തിലെ മന്ത്രിമാരിലേക്ക് ഉൾപ്പെടെ ഈ അന്വേഷണം പോകും. അന്വേഷണം നീണ്ടുപോകേണ്ടത് അങ്ങോട്ടാണ് എന്നുള്ള ഒരു ആവശ്യമാണ്. അത് തന്നെയാണ് അറിയേണ്ടത്. ഈ ഒരു സംഭവം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ് വിജിൻ. അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ മുൻ ദേവസ്വം കമ്മീഷണർ കൂടിയായ എൻ വാസു അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇനി അന്വേഷണം ആരിലേക്കൊക്കെ എത്തുമെന്ന് നമ്മൾ കരുതണം. മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്തേണ്ടത് അത്യാവശ്യമല്ലേ? അന്വേഷണ സംഘം എന്തായാലും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരവും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലും ഒക്കെയാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ 10 ദിവസത്തിൽ ഒരിക്കൽ ഈ ദേവസ്വം കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം അത് ഹൈക്കോടതിയിൽ ഓരോ ഘട്ടത്തിലെയും റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് പരിശോധിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം അന്വേഷണം ശരിയായ നിലയ്ക്കാണ് പോകുന്നത് എന്നുള്ള നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പങ്കുണ്ട്, ദേവസ്വം ബോർഡും പ്രതിപട്ടികയിലേക്ക് വരുമെന്നുള്ള നിരീക്ഷണമൊക്കെ കോടതി നടത്തിയതും ആ ഘട്ടത്തിലാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയപ്പോൾ വാസുവിന്റെ അറസ്റ്റിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് നിയമസഭയിലും ഒപ്പം തന്നെ നിയമസഭയ്ക്ക് പുറത്തും വ്യക്തമാക്കിയത് കടകംപള്ളി സുരേന്ദ്രന് ഇക്കാര്യത്തിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ്. കടകംപള്ളി സുരേന്ദ്രൻ ഒരു VIP-യുമായി നടത്തിയ ഈ സ്വർണ്ണക്കള്ള നടത്തിയ VIP-യുമായി കടകംപള്ളി സുരേന്ദ്രന് ബന്ധമുണ്ട്, അടുത്ത ബന്ധമുണ്ട് എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷത്തിന്റെയൊക്കെ ഭാഗത്തുനിന്ന് ആ ഘട്ടത്തിൽ ഉണ്ടായത്. അതിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും പ്രതിപക്ഷം ഉന്നയിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത്. ഒപ്പം തന്നെ നിലവിലെ ദേവസ്വം മന്ത്രിയുടെ രാജിയും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. അതിനിടയിലാണ് അപ്പോഴും സർക്കാരൊക്കെ വാദിച്ചുകൊണ്ടിരുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണ് അന്വേഷണം നടക്കുന്നത്, മറ്റേതെങ്കിലും തരത്തിലുള്ള അധികാര സ്ഥാനങ്ങളിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അതിനിടയിലാണ് എൻ വാസുവിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് പ്രത്യേക അന്വേഷണ സംഘം. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയും കഴിഞ്ഞിരിക്കുന്നു. ഇനി സ്വാഭാവികമായും നേരത്തെ പ്രതിപക്ഷം ഉയർത്തിയ വാദങ്ങൾ, ആരോപണങ്ങൾ വീണ്ടും കുറച്ചുകൂടി ശക്തമായി ഉയർത്താനുള്ള സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. അതുതന്നെയായിരിക്കും പ്രതിപക്ഷ നേതാവിന്റെയും ഒപ്പം തന്നെ മറ്റ് നേതാക്കളുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനും പോകുന്നത്. ഇനി CPM-ഉം LDF-ഉം ഒപ്പം തന്നെ സർക്കാരും ഇതിന് ഏത് തരത്തിൽ മറുപടി പറയും എന്നുള്ളതാണ് അറിയേണ്ടത്. ഉന്നതനിലേക്ക് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അറസ്റ്റോടുകൂടി ഇത് അവസാനിക്കും എന്ന് പറയാൻ കഴിയില്ല. കാരണം 6 ആഴ്ചത്തെ കാലപരിധിയാണ് നിലവിലെ അന്വേഷണ സംഘത്തിനുള്ളത്. ആ 6 ആഴ്ചക്കുള്ളിൽ അന്വേഷണം പൂർത്തീകരിക്കണം. ഏതൊക്കെ തരത്തിൽ മറ്റേതെങ്കിലും ഒരു ബാഹ്യ ഇടപെടൽ അല്ലെങ്കിൽ സർക്കാർ തലത്തിലെ ഏതെങ്കിലും ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ വിഷയം എന്ന് നേരത്തെ തന്നെ പലതവണ നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അതിന്റെ ഒടുവിലാണ് ഇപ്പോൾ എൻ വാസു അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. എന്തായാലും ഇനി ആര് കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടൽ ഉണ്ടായോ എന്നുള്ള അന്വേഷണമായിരിക്കും സ്വാഭാവികമായും പ്രത്യേക അന്വേഷണ സംഘം നടത്താൻ പോകുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും നേതാക്കളോ രാഷ്ട്രീയ നേതാക്കളോ ഒപ്പം തന്നെ മുൻ മന്ത്രിമാരോ ഒക്കെ എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അമൃത. ശരി, വിജൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സിജോ വിജോൺ കൂടി തുടരുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്കാണ് SIT എത്തിയിരിക്കുന്നത്. കട്ടിളപ്പാളി കേസിൽ 3ാം പ്രതിയാണ് മുൻ ദേവസ്വം പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസു. അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. വളരെ വേഗത്തിൽ ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.